പത്തനംതിട്ട കോന്നി തൂമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞു മരിച്ച വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും. ഇരുവരും പഠിച്ച കരിമാൻതോട്ടിലെ ശ്രീനാരായണ സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 8 വയസ്സുള്ള ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദു കൃഷ്ണനുമാണ് അപകടത്തിൽ മരിച്ചത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, വലിയ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ നമ്മളെ തേടിയെത്തിയത്. എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സംസ്കാരം നടത്തുക? അശ്വതി, എന്തായാലും ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കി. ആദിലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും യദുകൃഷ്ണന്റെ കോന്നി മെഡിക്കൽ കോളേജിലുമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവർ പഠിച്ചിരുന്ന കരുമാന്തോട്ടിലെ ശ്രീനാരായണ സ്കൂളിൽ പൊതുദർശനം വെച്ചു. ആ പൊതുദർശന ചടങ്ങുകൾ അവിടെ പൂർത്തിയായിരിക്കുന്നു. അല്പം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നുള്ളത്. ഏകദേശം 2:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നും അറിയുന്നത്. എന്തായാലും ഇന്നലെ 4 മണിക്ക് സ്കൂൾ വിട്ടതിന് ശേഷം ഓട്ടോറിക്ഷയിൽ മടങ്ങി പോകുമ്പോഴാണ് ഈ അപകടമുണ്ടാകുന്ന സമയത്ത് 6 കുട്ടികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ആ അപകടത്തിലാണ് ഈ ആദിലക്ഷ്മിയും ഒപ്പം യദുകൃഷ്ണനും മരണമടഞ്ഞത്. രണ്ടുപേരും ഈ 4.5 വയസ്സുകാരനാണ് യദുകൃഷ്ണൻ. ആദിലക്ഷ്മി 8 വയസ്സുള്ള കുട്ടിയാണ്. ഈ റോഡില് ഈ പാമ്പ് കിടന്നതിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റിയപ്പോഴാണ് ഈ അപകടമുണ്ടായ. താഴ്ചയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞാണ് കുട്ടികൾ രണ്ടുപേരും മരിച്ചത്. നാടിനെ സംബന്ധിച്ച് വലിയ ദുഃഖമുള്ള കാര്യമാണ്. ഇന്നലെ തന്നെ 2 കുട്ടികളെയും അവിടെ നിന്നും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെ സ്ഥാനത്തിലാണ് ഈ കുട്ടികളെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. ബാക്കി 4 കുട്ടികൾക്ക് സാരമായ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 2 കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ അഗാധമായ കുഴിയിലേക്കാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്പോട്ടിലുള്ള സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടയുന്ന സാഹചര്യമാണ്. എന്തായാലും പ്രദർശനത്തിന് സ്കൂളിൽ നിരവധി കുട്ടികൾ, നാട്ടുകാരും ഒപ്പം പഠിച്ച കുട്ടികളും ഒക്കെ അന്ത്യോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. എന്തായാലും 2:30 കൂടി തന്നെ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനിടെ അച്ഛൻ രാവിലെയാണ് നെടുമ്പാശ്ശേരി വിദേശത്തായിരുന്നു. രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തി, അവിടെ നിന്നും വീട്ടിലെത്തി. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ തീരുമാനിച്ചത്. എന്തായാലും 2:30 കൂടി നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. എന്തായാലും ദുഃഖകരമായ ഒരു വാർത്തയാണ്. പക്ഷേ താങ്ങാവുന്നതിലും അപ്പുറമാണ് ആ ദുഃഖം. ചെറിയ 2 കുട്ടികളാണ് മരിച്ചത്. ഈ പാമ്പിനെ കണ്ട് വെട്ടിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്, ഓട്ടോ വെട്ടിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എന്നറിയുന്നു. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്ഥിരമായി ഈ ഓട്ടോയിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരുന്നത്? അശ്വതി, ഈ കുട്ടികൾ അവിടെ സാധാരണ സ്കൂൾ ബസ്സുകളൊന്നും ഇല്ലാത്തൊരു ഇടമാണ്, വനപ്രദേശമാണ്. നമുക്കറിയാം, ഈ മലയോര മേഖലയാണ്. അവിടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന ഓട്ടോറിക്ഷ പോലെ ജീപ്പിലോ ഒക്കെയാണ്. ഇന്നലെ ഈ ഓട്ടോറിക്ഷ വന്ന സമയത്താണ് ഈ റോഡിൽ പാമ്പ് കിടക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ വെട്ടിച്ചു മാറ്റിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് 5 കുട്ടികളാണ് ഉണ്ടായിരുന്നതാണ് ആദ്യത്തെ പ്രാഥമിക വിലയിരുത്തലുണ്ടായത്. പിന്നീട് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുവരുന്ന ശേഷമാണ് യദുകൃഷ്ണനെ കൂടി കാണാനുണ്ടെന്ന് പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാത്രിയോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടിലെ വെള്ളത്തില് യദുകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും 4.5 വയസ്സാണ് യദുകൃഷ്ണനുള്ളത്. അങ്ങനെയാണ് 5 കുട്ടികൾ എന്നുള്ള 6 കുട്ടികളാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ബാക്കി ഈ ഡ്രൈവറും ഒപ്പം ഒരു സ്ത്രീയും കൂടി, ഈ കുട്ടികളുടെ ഒരു രക്ഷിതാവ് കൂടി ഒരു സ്ത്രീ കൂടി വണ്ടി കയറിയിരുന്നു. എന്തായാലും ബാക്കിയുള്ളവർക്കെല്ലാം ചെറിയ പരിക്കുകളുള്ളൂ. പക്ഷെ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം ആ നാടിനെ സംബന്ധിച്ചും വലിയ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. നമുക്കറിയാം, ആ പ്രദേശത്ത് ചെറിയ കുട്ടികളാണ്. ഒരാൾക്ക് ആദിലക്ഷ്മിക്ക് 8 വയസ്സും ഈ യദുകൃഷ്ണന് 4.5 വയസ്സുമാണുള്ളത്. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് നാടിനെ സംബന്ധിച്ചും ആ പ്രദേശത്തെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ഒരു തീരാ നഷ്ടമാണ്. എന്തായാലും 2:30 കൂടി തന്നെ കുട്ടികളുടെ സംസ്കാര ചടങ്ങ് നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാടിന്റെ വലിയ രീതിയിൽ ആ പ്രദേശത്തുള്ള ഗ്രാമമാണ്. പ്രദേശവാസികളെല്ലാം ഒന്നടങ്കം ഈ വീട്ടിലേക്ക് എത്തി ഈ കുഞ്ഞുങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. സ്കൂളിലും പ്രദർശനത്തിലും വലിയ രീതിയിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും അടക്കം കുട്ടികളടക്കം കൂടെ പഠിച്ച സഹപാഠികളടക്കം നിരവധി പേരാണ് എത്തി അന്തിമോപചാരം അർപ്പിച്ചത്. എന്തായാലും മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2:30 കൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. വലിയ ദുഃഖത്തിലാണ് ഈ കരിമാൻതോട് പ്രദേശവും എന്തായാലും നാട്ടുകാരും. അശ്വതി, 4.5 വയസ്സുള്ള കുഞ്ഞും 8 വയസ്സുകാരിയുമാണ് മരിച്ചത്. സ്കൂളിൽ പോകാൻ തുടങ്ങിയതേയുള്ളൂ യദു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അത്രത്തോളം ദുഃഖം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് ആ നാട്. 2:30 കൂടി 2 പേരുടെയും സംസ്കാരമുണ്ടാകും. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.